ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോ കുറച്ച് നേരത്തെയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് മാതാവിനെ കണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് മാതാവിൻ്റെയും ഈശോൻ്റെയൊക്കെ രൂപങ്ങളായിരിക്കും. എന്ന് വെച്ച് കൃഷ്ണനും ശിവനും ഒന്നുള്ള ഹോസ്പിറ്റലൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമ്മളുടെ കേരളത്തിൽ അങ്ങനത്തെ ഹോസ്പിറ്റലുകളുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മാതാവും ഈശോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ അവിടെയൊക്കെ കോമ്പൗണ്ടിലൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലാണെന്നുള്ളതൊരു പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. വർഷം കുറച്ചായിട്ട് ഇങ്ങനെ ആശുപത്രികളിൽ കയറി ഇറങ്ങി നടക്കലൊക്കെ ആയത് കാരണം അതിലൊരു പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ആശുപത്രി, ഇഞ്ചക്ഷൻ, മെഡിസിൻ ഇതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒരു പക്ഷേ ഈശ്വരനെ നമ്മൾക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പേടിയില്ലാതെ നമ്മളത് സ്മൂത്തായി കാണാനൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ അങ്ങോട്ട് കൊണ്ട് തരാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ മാറി നിന്നിരുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു ആശുപത്രി, വലിയൊരു അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതും. ഈ ആശുപത്രി, ഡോക്ടേഴ്സ്, നഴ്സുമാർ, മരുന്നിൻ്റെ മണം, ഇതൊന്നും എനിക്കിപ്പോൾ ഒരു പേടിയില്ല. അതൊക്കെ എനിക്ക് വളരെ നോർമലായിട്ട് മാത്രം തോന്നുന്നൊരു കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എൻ്റെ അനുഭവങ്ങളാണ് എന്നെ അങ്ങനെയാക്കി മാറ്റിയത്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്തൊരു കാര്യത്തിനെ ഭയക്കുന്നോ ആ കാര്യം നമ്മളെ ലൈഫിൽ കൂടുതലായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നമ്മൾക്ക് ആ കാര്യത്തിനോടുള്ള ഭയമേ ഇല്ലാണ്ടായി പോകുന്നേ. പണ്ട് മുതലൊക്കെ എൻ്റെ ഒരു ആശുപത്രി ലോകം എന്ന് പറയുന്നത് വല്ലപ്പോഴും വരുന്ന ഒരു പനിയോ ജലദോഷത്തിനോ അമ്മ കൊണ്ടുപോകുന്ന ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വേണുഗോപാലൻ ഡോക്ടർ മാത്രമാണ്. എൻ്റെ മനസ്സിൽ ഡോക്ടർ എന്ന് പറയുന്നൊരു രൂപം ആ ഡോക്ടറുടെ ആയിരുന്നു കേട്ടോ. പിന്നെയാണ് വർഷങ്ങൾക്ക് ഇപ്പുറം വലിയ വലിയ ആശുപത്രി അനുഭവങ്ങളൊക്കെ ലൈഫിൽ വന്നപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ഒക്കെ കാണാനും അവരെയൊക്കെ പരിചയപ്പെടാനും ആശുപത്രിവാസം ശരിക്കും ഒരു ലൈഫിൻ്റെ ഭാഗമായി മാറിയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളോടുള്ള എൻ്റെ ഈ ഒരു ഭയമാണെങ്കിലും എൻ്റെ ഒരു ഇഷ്ടമില്ലായ്മയാണെങ്കിലും എല്ലാം ഇല്ലാണ്ടായത്. എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് ആശുപത്രി അനുഭവങ്ങൾ വന്നതിൽ പിന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആശുപത്രി എന്ന് പറയുന്നത് ഒരു പുതുമയേ അല്ല, നോർമലായിട്ടുള്ള ഒരു ലൈഫ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, എനിക്ക് ഈ ആശുപത്രി, മെഡിസിൻസും കാര്യങ്ങളൊക്കെ പേടിയുള്ളത് കൊണ്ടാണോ ഈശ്വരൻ എൻ്റെ ലൈഫിൽ ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് എന്തെങ്കിലും കൂടുതൽ അടുപ്പിച്ചതെന്നൊക്കെ തോന്നാറുണ്ട്. വെറും എൻ്റെ തോന്നലുകൾ മാത്രം.